നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പത്രസമ്മേളനം നടത്തുകയും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് MA ഷഹനാസ് എന്ന കോൺഗ്രസ് അനുഭാവി. അവർ കോൺഗ്രസ് പ്രവർത്തകയാണോ, കോൺഗ്രസിന്റെ എന്തെങ്കിലും ചുമതല വഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവർ ഒരു എഴുത്തുകാരിയാണ്. അവർ നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നേരത്തെ ഒരു സാഹിത്യകാരനെതിരെയൊക്കെ തന്നെ ലൈംഗിക പീഡന പരാതിയൊക്കെ തന്നെ നൽകിയിരുന്നു. അവർ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചു. പക്ഷേ നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ രണ്ട് വശവും പരിശോധിക്കേണ്ടതാണ്. ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി, കാരണം ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്, അപ്പം അതനുസരിച്ചുള്ള ഒരു നിരീക്ഷണം ഈ ഒരു വിഷയത്തിൽ അന്നുണ്ടായി. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വ്യക്തിക്കെതിരെ പരാതി നൽകിയതായി അറിയുന്നു. ഇവർ ഒരു കള്ളപ്പണക്കാരി അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന കള്ളപ്പണ ഇടപാടുകാരിയാണ് എന്നുള്ള ഒരു പുതിയ പരാതിയാണ് കടന്നു വരുന്നത്. ഇത് വിശദീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്ന ആരോപണങ്ങളെ വെളുപ്പിക്കാനോ ഒന്നുമല്ല. അത് നിയമത്തിന്റെ വഴിയിൽ കൂടെ തന്നെ നീങ്ങണം. സ്ത്രീ പക്ഷവാദം തന്നെയാണ്, സ്ത്രീ സുരക്ഷ തന്നെയാണ് പ്രാധാന്യത്തോടെ കാണുന്നത്. ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. കാസർഗോഡുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ പാസ്പോർട്ടിലും ഇവരുടെ മറ്റേ രേഖകളിലുമൊക്കെ പല പല പേരുകളാണ് ഇവർക്കുള്ളത്. ഇവർ ഒരു കള്ളപ്പണ ഇടപാടുകാരിയാണ് എന്നതിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ MA ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയമെന്ന് കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിയാസ് മലബാറി പരാതി നൽകിയിരിക്കുന്നു. ഒരേ പേരിൽ പല ID കാർഡുകൾ ഷഹനാസ് കൈവശം വെക്കുന്നുവെന്നും ചെറിയൊരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന ഇവർ പതിവായി വിദേശയാത്ര നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. ചെറിയ ഒരു പബ്ലിക്കേഷൻ നടത്തുന്ന വ്യക്തി എന്തിനാണ് സ്ഥിരമായി അടിക്കടി വിദേശത്ത് പോകുന്നത് എന്ന് നിയാസ് ചോദിക്കുന്നു. പല പേരുകളിലുള്ള ID കാർഡുകളുടെ നമ്പറുകളും വിശദാംശങ്ങളും സഹിതമാണ് ഇയാൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത്. കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഡോക്ടർ സിജേഷ് എന്നയാളുടെ ഭാര്യയും മക്ബാത്ത് പബ്ലിക്കേഷൻ ആൻഡ് മീഡിയ LLP എന്ന സ്ഥാപനത്തിന്റെ പാർട്ട്ണറുമായ മുരിയാട് അറക്കൽ ഷഹനാസ് എന്ന MA ഷഹനാസ് പല വിധത്തിലുള്ള ID-കൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവർ പാൻ കാർഡിലും പാസ്പോർട്ടിലും മുരിയാട് അറക്കൽ ഷഹനാസ് എന്ന പേര് ഉപയോഗിക്കുന്നു. എന്നാൽ അവരുടെ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രിയ സിജേഷ് എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ലൈസൻസിൽ ഭർത്താവിന്റെ അഡ്രസ്സും അവരുടെ ജനന തീയതിയും അവരുടെ ഫോട്ടോയും ഉപയോഗിച്ചിരിക്കുന്നു. അവരുടെ ഗൂഗിൾ പേയിലേക്ക് പണം അയക്കുമ്പോൾ 2023 ബാങ്കിംഗ് നെയിം പ്രിയ സിജേഷ് എന്നായിരുന്നു. ഇതെല്ലാം സംശയകരമാണ്. ഇവരുടെ ഇടപാടുകൾ ദുരൂഹമാണ്. ഇവർ ഇപ്പോഴും വിദേശയാത്ര നടത്തുകയും അവിടെ ബിസിനസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറിയ ഒരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്നത് തന്നെ കള്ളപ്പണ ഇടപാടിന്റെ മറയാണോ എന്ന് സംശയിക്കുന്നു. അവർ അതിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് പല ID-കൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ഈ ഒരു പരാതിയിൽ പോലീസ് കേസെടുത്തതായി വിവരം ഒന്നുമില്ല. മാത്രമല്ല, ഈ സ്ത്രീയോട് വിശദാംശങ്ങൾ ചോദിച്ചതായും നമുക്കറിയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ഇടപാട് ഇവർ നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടോ അവരുടെ മറ്റ് ഇടപാടുകളെ കുറിച്ചോ ഒക്കെ തന്നെ അവർക്ക് ആർക്ക് വേണമെങ്കിലും എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ അവനവൻ കൂടി അല്പം പെർഫെക്റ്റ് ആയിരിക്കണം ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ വാർത്തയ്ക്ക് കമന്റുകളായി ഒക്കെ തന്നെ ലഭിക്കുന്ന മറുപടി. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത്. എന്തായാലും അന്വേഷണം നടക്കും. ഇപ്പൊ കേസെടുത്തില്ല എങ്കിൽ പോലും തുടർന്ന് കേസെടുത്ത് നിയാസ് മലബാറിയുടെ പരാതിയിൽ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പല ID-കളിലും പല പല പേരുകൾ വരുന്നത് അത് ഒരു പേരാക്കി മാറ്റാനുള്ള സംവിധാനമൊക്കെ ഇന്ന് തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയാൽ അല്ലെങ്കിൽ ഓൺലൈനായി തന്നെയുണ്ട്. അപ്പോൾ പിന്നെ പല പല ID-കളിൽ പല പല പേരുകളും പല പല ID നമ്പറുകളും ഒക്കെ ഉപയോഗിക്കുന്നത് നിയമപരമായി അത്ര ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല.